Hi everyone, welcome to my channel. Today നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ടൂൾസ് എങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നോർമൽ വ്യക്തിക്ക് ഏതൊക്കെ പ്രൊഡക്ടിവിറ്റി ടൂൾസ് വേണം. ഇന്റർനെറ്റിൽ ടൺസ് ഓഫ് സർവീസസ് ഉണ്ട്, ടൺസ് ഓഫ് ആപ്സ് ഉണ്ട്, എല്ലാം പ്രൊഡക്ടിവിറ്റിയെ പറ്റി. അത് മാത്രമല്ല, യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് പ്രൊഡക്ടിവിറ്റി ഗുരുസ്. ഇതിന്റെ എല്ലാത്തിൽ നിന്നും നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും പലർക്കും. സോ അതുകൊണ്ടൊരു ജനറൽ ഓവർവ്യൂ, ഇത് എൻ്റെ ഒരു വ്യൂ ആണ്, ബട്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ലെറ്റ്സ് ഗോ ടു ദ കണ്ടന്റ്. പ്രൊഡക്ടിവിറ്റി ടൂൾസിന് മെയിനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നോളജ് ബേസ് ചെയ്തിട്ടുള്ള നോളജ് മാനേജ്മെൻറ്റ് വൺ സൈഡ്, അതിന് റിലേറ്റഡ് കുറേ ആപ്സ് ഉണ്ട്. അനദർ സൈഡ് എന്ന് പറയുന്നത് ബേസിക്കലി ടാസ്ക് മാനേജ്മെൻറ്റ്. ജനറലി ടാസ്ക് മാനേജ്മെൻ്റ് ആണ് ഒരു നോർമൽ പേഴ്സൺ പിന്നെ പ്രൊഡക്ടിവിറ്റി ടൂൾ എന്ന രീതിയിൽ ഫസ്റ്റ് വരുന്നത്. ബട്ട് ഇപ്പം കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിവായി. സോ നോളജ് മാനേജ്മെൻറ്റും ഈ പ്രൊഡക്ടിവിറ്റി ടൂൾസ് ആണെന്നുള്ളൊരു അറിവ് ഇപ്പം ശരിക്കും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആപ്സ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ MS മൈക്രോസോഫ്റ്റ് ടു ഡു. സോ പ്രീവിയസ് വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. സോ MS ടു ഡു ഇഫ് നോക്കുകയാണെങ്കിൽ അതൊരു ടാസ്ക് മാനേജ്മെൻ്റ് ആണ്. അത് മാത്രമല്ല, MS ടു ഡു മാത്രമല്ല, മൈക്രോസോഫ്റ്റ് മാത്രമല്ല, ഏത് ടു ഡു ആപ്സ്, മൊബൈലിൽ ഏത് ടു ഡു ആപ്സ് എടുത്താലും അതൊരു ടാസ്ക് മാനേജ്മെൻറ്റ് ഇതിൽ വരും. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു കാൻബാനെ പറ്റിയും ട്രെല്ലോയെ പറ്റിയും ഒക്കെ. സോ അതെന്ന് പറയുന്നതും ഒരു നല്ലൊരു ടാസ്ക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ് ട്രെല്ലോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ലിങ്ക്സ് ഞാൻ ചെയ്തിട്ടുള്ള ആപ്പുകളുടെയൊക്കെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നതായിരിക്കും. മറ്റൊരു ഉദാഹരണം, ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആപ്പിൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ക്ലിക്കപ്പ്. ഇതിന് വീഡിയോ ചെയ്തിട്ടില്ല, ബട്ട് വി വിൽ ഡു. അതർ പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് ഈ കാറ്റഗറി വരുന്നതാണ്, ടാസ്ക് റിലേറ്റഡ്. ബട്ട് നോളജ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ, ഞാൻ വളരെ ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിനെ പറ്റിയിട്ടാണ്, വൺ നോട്ട്. സോ ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നോളജ് മാനേജ്മെൻറ്റിൻ്റെ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ആർ വെരി ഗുഡ് ആപ്സ് ലൈക്ക് നോഷൻ. പിന്നെ ഏതൊരു നോട്ട് ടേക്കിംഗ് ആപ്പ് ഇൻ ദ ഫോണ്, അതെന്ന് പറയുന്നതും ഈ നോളജ് മാനേജ്മെൻറ്റ് ഒരു പാർട്ടാണ്. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എവർനോട്ടാണ്. ദിസ് ഇസ് ഓൾസോ വെരി ഗുഡ് സോഫ്റ്റ്വെയർ. ബട്ട് റീസെൻ്റ്ലി ഉള്ള നോഷൻ്റെയും വൺ നോട്ടിൻ്റെയൊക്കെ ഇതോടുകൂടി എവർനോട്ട് കുറച്ചൊന്ന് ഡൗൺ ആയി. ബട്ട് ദേ ആർ ഓൾസോ പിക്കിംഗ് അപ്പ്. എവർനോട്ടും നല്ലൊരു ആപ്പാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ശരിക്കും നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളിപ്പം എൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ടാസ്ക് മാനേജ്മെൻറ്റ് മൈക്രോസോഫ്റ്റും നോളജ് മാനേജ്മെൻറ്റ് വൺ നോട്ടും ആണ് ഉപയോഗിക്കുന്നത്. ബട്ട് ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ ആപ്സ് ഉപയോഗിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല. ഈവൻ എനിക്ക് കൂടി ഇല്ല. ഉദാഹരണം നോഷൻ എടുക്കുകയാണെങ്കിൽ നോഷൻ ആക്ച്വലി സം കേപ്പബിലിറ്റി ടു ഡു ടാസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട്. ഇത് നോട്ട് ജസ്റ്റ് നോളജ് മാനേജ്മെൻറ്റ് മാത്രമല്ല, ഒരു ടാസ്ക് ഉണ്ട്. അതുപോലെയാണ് ക്ലിക്കപ്പും. ഇവിടെയാണ് ക്ലിക്കപ്പും നോഷനും ഒക്കെ ഇച്ചിരി ഡിഫറൻസ് വരുന്നത്. ഈവൻ ദോ ഇറ്റ്സ് എ മെയിൻ ടാസ്ക് മാനേജ്മെൻറ്റ് ആണെങ്കിലും ക്ലിക്കപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് സം ഫെസിലിറ്റി ടു ഡീൽ വിത്ത് നോളജ്. ഈ രണ്ട് ആപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആപ്പുകളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കും. സോ എന്തുകൊണ്ടാണ് ഇതിന് ഫെസിലിറ്റി എന്ന് പറയുന്നത്? ഇപ്പോൾ ട്രെല്ലോയുടെ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ട് ട്രെല്ലോ എടുത്തു എന്ന് പറയുന്നത്, അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് കാൻബാൻ ബേസ്ഡ് ആണ്. അതായത് നിങ്ങൾക്ക് വർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു റീസൺ കൊണ്ട് കണ്ടാണ് മെയിനായിട്ട് പറയുന്നത്. ക്ലിക്കപ്പ് എടുക്കുകയാണെങ്കിൽ ക്ലിക്കപ്പിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊരു ഫീച്ചേഴ്സ് തന്നെയാണ് ക്യാൻബാൻ വ്യൂ. നിങ്ങൾക്ക് അവിടെയും കാണാൻ പറ്റും. സോ സെയിം രീതിയിലാണ് നോഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെയും ക്യാൻബാൻ നിങ്ങൾക്ക് ഏത് വ്യൂവും കാണാം. അതിലൂടെ ക്യാൻബാൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മോസ്റ്റ് റിലേറ്റഡ് ടു ടാസ്ക് മാനേജ്മെന്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഐ തിങ്ക് ഐ ഷുഡ് കളർ ഇറ്റ് ഡിഫറെൻ്റ്ലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഔട്ട് ഓഫ് ദ ലീഗ് ഐറ്റംസ് ആണ്. സോ ഇതാണ് മെയിൻലി ഉള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ജനറലി ഓരോ പ്രൊഡക്ടിവിറ്റി ടൂൾസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇത് കൂടാതെയുള്ള ആപ്സുകളുടെ എവിടെ വരുന്നു എന്നുള്ളത് പറയാം. നമുക്ക് ലെറ്റ്സ് ഗോ ടു ദിസ് വൺ നോട്ട് ആൻഡ് വിൽ ഡിസ്കസ്. ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഫുൾഫില്ല് ചെയ്യുന്നു എന്ന് നോക്കണം. നോളജ് മാനേജ്മെൻറ്റും ഫുൾഫില്ല് ചെയ്യണം, ടാസ്ക് മാനേജ്മെൻറ്റും ഫുൾഫില്ല് ചെയ്യണം. എന്നാലേ ഒരു കംപ്ലീറ്റ് പ്രൊഡക്ടിവിറ്റി ആണെന്ന് പറയാൻ പറ്റും. ഒരു കാലഘട്ടത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടു ഡൂസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ട്രെല്ലോസ് അത് റിലേറ്റഡ് മാത്രമേ ഉള്ളായിരുന്നു. ദർ നോട്ട് ലൈക്ക് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദാറ്റ് നോളജ് മാനേജ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് വാല്യൂമാണ്, അത് പ്രൊഡക്ടിവിറ്റിയുടെ ഒരു പാർട്ടാണെന്നുള്ളത് ദർ നോട്ട് തിങ്കിങ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. സോ പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നോഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 60 to 70% നോളജ് മാനേജ്മെൻറ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഹാസ് എ ഫീച്ചേഴ്സ് ഓഫ് ടാസ്ക് റിലേറ്റഡ്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് നമ്മളെങ്ങനെയാണ്, ഇപ്പോൾ ഒരു കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നോളജ് മാനേജ്മെൻറ്റും ആൻഡ് ദ ഹാഫ് റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഇസ് എ ടാസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാർക്കാണെങ്കിൽ നോഷൻ ഈസ് ബെറ്റർ. സോ ബിക്കോസ് അതിനകത്താണെങ്കിൽ
30% നമുക്ക് ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ടു ഡൂസ് ചെയ്യാനും ചെക്ക് ലിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ നോഷനകത്താണെങ്കിൽ മെയിൻലി എല്ലാ ഡേറ്റാസും, ഇപ്പം നോളജ് മാനേജർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഡേറ്റാസും ഹാൻഡിൽ ചെയ്യണം. ലിസ്റ്റ്, ഇമേജസ്, PDF അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം. സോ നോഷൻ, എവർനോട്ട്, വൺനോട്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യും. ബട്ട് ടാസ്ക് റിലേറ്റഡ് വരുമ്പോഴത്തേക്കും കുറച്ച്, ഈവൻ വൺനോട്ടിൽ തന്നെയും കുറച്ചോളം ഉണ്ട്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഇനഫ്. സോ ദ സെയിം വേ ക്ലിക്കപ്പിലോട്ട് വരാണെങ്കിൽ ക്ലിക്കപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 60-40% ടാസ്ക് മാനേജ്മെന്റ് റിലേറ്റഡും, അതായത് മെയിൻലി ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. ദെൻ റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഒരു 30-40%, നോട്ട് 60-40%, 60-70%, 30-40% നോളജ് മാനേജ്മെന്റ് ഉണ്ടെന്ന് പറയാം. കാര്യം ക്ലിക്കപ്പിന് പറയുന്നത് ക്ലിക്കപ്പ് ഡോക്സ് ഒക്കെ ഉണ്ട്. ക്ലിക്കപ്പ് ഡോക്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നോഷനിൽ എങ്ങനെയാണോ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നത് അതേമാതിരി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അതാണ് വേണ്ടത്. അപ്പം നിങ്ങളൊരു പ്രൊഡക്ടിവിറ്റി ടൂൾസ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ടാസ്ക് മാനേജ്മെന്റും നോളജ് മാനേജ്മെന്റും വേണമെന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വൺനോട്ട് എടുക്കാം. പ്ലസ് മൈ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് വൺനോട്ട് പ്ലസ് MS ടു ഡു ആണ്. സോ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഞാൻ ആ കംപ്ലീറ്റ്നെസ് വരുത്തുന്നുണ്ട്, ടാസ്ക് മാനേജ്മെന്റ്, നോളജ് മാനേജ്മെന്റ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ പല സോഫ്റ്റ്വെയർ എടുക്കേണ്ട, ഒരെണ്ണം എടുക്കണമെങ്കിൽ നോഷൻ എടുക്കാം, അല്ലെങ്കിൽ വേറെ ടൺസ് ഓഫ് സോഫ്റ്റ്വെയർസും സർവീസസും ഉണ്ട്. ബട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഫാക്ടർ മാത്രമാണ്, ടാസ്ക് മാനേജ്മെന്റ്, നോളജ് മാനേജ്മെന്റ്. ബിക്കോസ് നോളജ് മാനേജ്മെന്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ എനി കേസ്. എന്താന്ന് പറയുന്നത്, നോളജ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ ഹോൾഡിംഗ് ദ ഡേറ്റ, ഇറ്റ് ഈസ് ഫോർ മേക്കിംഗ് കണക്ഷൻസ്. യു നീഡ് ടു മേക്ക് എ ഡിഫറെൻറ്റ് കണക്ഷൻസ്. അതിനൊക്കെയാണ് ബ്രെയിൻ വേണ്ടത്. അല്ലാതെ ബ്രെയിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ബ്രെയിൻ അങ്ങനെ ഡേറ്റ ഓർത്ത് വെക്കാനും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വി വിൽ ഫീൽ ഫറ്റീഗ്നെസ്. പല രീതിയിലുണ്ട്. ഇപ്പോൾ ടാസ്ക് റിലേറ്റഡ് ഡേറ്റാസ് ആണ് നമ്മൾ ബ്രെയിൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് എ ഡിസിഷൻ ഫറ്റീഗ്. അപ്പോൾ തന്നെ അത് നമ്മൾ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും. നോളജ് റിലേറ്റഡ് ആണെങ്കിൽ തന്നെയും ഫറ്റീഗ്നെസ് ഉണ്ടാവും. സോ യു ഷുഡ് നോ ദാറ്റ് വെയർ ഇറ്റ് ഈസ് സ്റ്റോർഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് സ്റ്റോർഡ്, ദാറ്റ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ റിക്വയർഡ്. അതുകൊണ്ടാണ് നമ്മളൊരു നോളജ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ വേണം എന്ന് പറയുന്നത്. അതുപോലെ ടാസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോർമലി വേണം. പിന്നെ ആളുകളുടെ ടൈപ്പ് ഉണ്ട്. ബിക്കോസ് ടു ഡു എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. സം പീപ്പിൾ അത് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടത്തില്ല, അതിനൊരു സുഖം കിട്ടത്തില്ല. സോ ദേ നീഡ് സം വിഷ്വലൈസിങ് ടൂൾ. അതായത് ട്രെല്ലോ എന്ന് പറയുന്നത് ക്യാൻവാൻ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലിങ്ക് ചെക്ക് ചെയ്യാം. അത് കുറച്ച് വിഷ്വലൈസ്ഡ് ആണ്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ചിലർക്കെന്ന് പറയുന്നത് പ്രൊക്കാസ്റ്റിനേഷൻ ആയിരിക്കും പ്രശ്നം. അപ്പം ഈ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് വേറെ കുറച്ച് ടെക്നിക്ക് ഈ ടാസ്ക് മാനേജറിന്റെ സൈഡിൽ തന്നെ എടുക്കാം. അതായത് ഉദാഹരണത്തിന് പ്രൊമഡോറോ ടെക്നിക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എന്താണ് നിങ്ങളുടെ പ്രോബ്ലംസ് അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ജോബ് എന്താണോ അതിനനുസരിച്ച് അതിൽ കൂടുതൽ നോളജ് മാനേജ്മെന്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ടെങ്കിൽ ഇതിനെ ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ ടാസ്ക് ആണ് മാനേജ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ആപ്പ്. പ്ലസ് അതിനുവേണ്ടി കംപ്ലീറ്റ്ലി അതർ ടാസ്കിന് വേണ്ടി കംപ്ലീറ്റ്ലി ഒരു നോ ആപ്പ് വേണമെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വി ഷുഡ് വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് ഏറ്റവും മിനിമം റിക്വയർമെൻറ്റ് അതെടുക്കുക. അതിന് മെയിൻലി നിങ്ങൾ ഇനിയിപ്പം നിങ്ങളൊരു ഭാവിയിലൊരു ടൂൾസ് കണ്ടു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് എന്തെങ്കിലും ടൂൾസ് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. നിങ്ങൾക്ക് നോളജ് മാനേജ്മെന്റ്, ടാസ്ക് മാനേജ്മെന്റ്. ഓക്കെ, ടാസ്ക് മാനേജ്മെന്റ് ഇപ്പോൾ എനിക്ക് എന്താണ് സോഫ്റ്റ്വെയർ ഉള്ളത്, അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്, ഇസ് ഇറ്റ് ഇനഫ്, ഇറ്റ്സ് ഫൈൻ. ഇഫ് നോട്ട് ഇനഫ് അവർ അതല്ലെങ്കിൽ അത് തരുന്ന ഫീച്ചേഴ്സിന് എനിക്ക് കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടെങ്കിൽ യു ക്യാൻ സെലക്ട്. സോ ദീസ് ആർ ദ തിങ്. ഒരു മസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അവർക്ക് പ്രൊഡക്ടിവിറ്റി തിങ്ക് ചെയ്യുന്നത്, മോർ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ they should have a knowledge management and task management. Thanks for the time. And ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ please like and subscribe, and we'll see you in another video.